ഷുഗർ ഉള്ള 4 എന്നിവർ കാണുന്ന വിഷയമാണ് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ താണു പോവുക. സാധാരണ പ്രമേഹം വന്നാൽ ബ്ലഡിലെ ഷുഗർ കൂടുകയാണ്. ചില ആളുകൾക്ക് ഇത് താണു പോവുകയും ചെയ്യും. ഷുഗർ കൂടെ കൂടിയിരിക്കും, 400 500 ആയിട്ടിരിക്കും. പെട്ടെന്ന് താണിട്ട് 70-ലേക്കോ 60-ലേക്കോ 50-ലേക്കോ ഒരാൾ അബോധാവസ്ഥയിലായി പോകും. ഇങ്ങനെ അവസ്ഥ കാണാറുണ്ട്. അധികവും പ്രായമേറിയ ആളുകളിലാണ് കാണുന്നത്. പ്രായം കുറഞ്ഞവരിലും കണ്ടുവരുന്നുണ്ട്. ഷുഗർ കൂടുന്നതിനേക്കാളും അപായകരമാണ് ഷുഗർ താണു പോണത്. ഷുഗർ താണു പോയാൽ നമ്മളുടെ ബ്രെയിൻ ആവശ്യമായ ഇന്ധനം കിട്ടാതെ വരും, ഹാർട്ടിന് കിട്ടാതെ വരും, ലിവറിന് കിട്ടാതെ വരും, കിഡ്നിക്ക് കിട്ടാതെ വരും. അങ്ങനെ ശരീരത്തിന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലാകും. പലപ്പോഴും അബോധാവസ്ഥ പോകും, പലരും മരിച്ചു പോകുന്നുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണത്. നമ്മളിലെ പാൻക്രിയാസിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബീറ്റാ സെല്ലുകളും ഒന്ന് ആൽഫാ സെല്ലുകളും. ബീറ്റാ സെല്ലുകളുടെ പണി ബ്ലഡിലെ ഷുഗർ ഉയരുമ്പോൾ താഴ്ത്തുക എന്നുള്ളതാണ്. ആൽഫാ സെല്ലുകളുടെ പണി താഴുമ്പോൾ ഉയർത്തുക എന്നുള്ളതാണ്. ബീറ്റാ സെൽ ഉത്പാദിപ്പിക്കുന്നത് ഇൻസുലിനാണ്. ആൽഫാ സെൽ ഉത്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോഗോണാണ്. ചില ആളുകളുടെ ബീറ്റാ സെല്ലുകളും രോഗാതുരമാകും, ആൽഫാ സെല്ലുകളും രോഗാതുരമാകും. അത്തരം ആളുകൾക്കാണ് ഷുഗർ അകാരണമായിട്ട് താഴ്ന്നു പോണത്. ബ്ലഡിലെ ഷുഗർ ഉയരുമ്പോൾ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ കൂടുതൽ ഇൻസുലിൻ ബ്ലഡിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോഴാണ് ബ്ലഡിലെ ഷുഗർ താഴ്ന്നു വരണത്. ഇതുപോലെ ബ്ലഡിലെ ഷുഗർ താഴ്ന്നു പോകുമ്പോൾ പാൻക്രിയാസിലെ ആൽഫാ സെല്ലുകൾ ഗ്ലൂക്കോഗോൺ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ലിവറിൽ നിന്നും ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വരും. അതിന്റെ ഫലമായിട്ട് ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കും. അങ്ങനെ ഒരു ഷുഗർ ലെവല് കറക്റ്റ് ആക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോൾ പാൻക്രിയാസിന്റെ ആൽഫാ സെല്ലുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രക്രിയ നടക്കാതെ വരും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ലിവറിൽ നിന്ന് ഷുഗർ ബ്ലഡിലേക്ക് വരില്ല. അപ്പോഴാണ് നമ്മളെ ബ്ലഡിലെ ഷുഗർ താണു പോണത്. ഇതിന് നമുക്ക് മരുന്ന് കൊണ്ട് മാത്രം പരിഹരിക്കാൻ സാധിക്കില്ല. ബ്ലഡിലെ ഷുഗർ കൂടുന്ന പോലെ തന്നെ കുറയ്ക്കുന്നതിനും ശരിയായ മരുന്നുകളില്ല എന്ന് പറയാം. സാധാരണ ചെയ്യേണ്ടത് ഇത്തരം ആളുകൾ പഞ്ചസാരയോ മൊട്ടായിയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് നടക്കുക ചെയ്യണത്. പിന്നെ ഇപ്പോൾ ഗ്ലൂക്കോസ് പമ്പൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇത് മാത്രമേ വഴിയുള്ളൂ. ഞാൻ നടത്തുന്ന ക്ലാസ്സിൽ ഇതിന് പരിഹാരമായിട്ടുള്ള ശരിയായ ഡയറ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ശരിയായിട്ടുള്ള വ്യായാമവും ബ്രീത്തിങ് എക്സസൈസും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പാൻക്രിയാസിന്റെ ആൽഫാ സെല്ലുകളെയും ബീറ്റാ സെല്ലുകളെയും ശക്തമാക്കിയിട്ട് ഷുഗർ കൺട്രോളിങ് നമുക്ക് കൃത്യമായിട്ട് നിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നാച്ചുറലായിട്ട് നിങ്ങളുടെ ശരീരം തന്നെ ആ പ്രക്രിയ കൃത്യമായിട്ട് നിർവഹിച്ചോളും. ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നത്.